നമ്മുടെ സമ്പത്തിന്റെ ബലത്തിലല്ല, സമ്പത്തിന്റെ കച്ചവടത്തിന്റെ ബലത്തിലല്ല, കച്ചവടത്തിന്റെ ബലത്തിലല്ല, ശരീരത്തിലെ ആരോഗ്യം എന്നും നിലനിൽക്കുന്നത് ഇബാദത്തിന്റെ ബലത്തിലാണ്. അത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. ഓരോരുത്തരും ചെറുപ്പക്കാർ കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി മാറിയാൽ വിജയമുണ്ടാവുക. നമ്മുടെ ക്യാമ്പസുകൾ മദ്യപാനവും ലഹരി കൊണ്ട് കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയാത്ത സമൂഹത്തെയാണ് നമ്മുടെ അധ്യാപകന്മാർക്ക് കാണാൻ കഴിയുന്നത്. പരാജയത്തിന്റെ പടുകുഴിയിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഒരു സൈന്യത്തിനും ഒരു രാജ്യത്തിനും ഒരു അധികാരത്തിനും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. മോചനത്തിന് വേണ്ടി ചടങ്ങിന് നടന്നു വരുമ്പോൾ കാലിൽ അരുവിയിലൂടെ വെള്ളമുണ്ട്, അരുവിയിലൂടെ വെള്ളമുണ്ട്, കാലിൽ ചെളിയുണ്ട്, ശരീരത്തിൽ ഒരുപാട് പറഞ്ഞു വസ്ത്രത്തിന് പകരം തന്നോട്ടെ, നിങ്ങൾ ധരിച്ചുകൂടെ, ഞങ്ങളൊരു നല്ല ചെരുപ്പ് തന്നോട്ടെ, നിങ്ങളുടെ ചെളിയൊന്ന് കഴുകിക്കൂടെ, ആ ചെളിയൊന്ന് പൊയ്ക്കൂടെ. ഈ രാജാക്കന്മാർക്ക് തുല്യരായ അവിടുത്തെ അധികാരികൾ സംഭവം പുലരാൻ പോകുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു മതിപ്പ് കാണുമ്പോൾ അവർക്കൊരു താല്പര്യമുണ്ട്. ഭൗതിക രാജ്യങ്ങളുടെ അധികാരിയല്ലേ ചോദിച്ചപ്പോഴാണ് ലോകം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഈ വാക്കിനെ നമ്മൾ പറയണം. അല്ലാഹുവിന്റെ ദീൻ ഇസ്ലാം നമ്മുടെ ജീവിതമാർഗ്ഗമായി, നമ്മുടെ ജീവിതമാർഗ്ഗമായി, നമ്മുടെ അഭിമാനമായി, നമ്മുടെ ചലനമായി ഇസ്ലാം മാറിയപ്പോഴാണ് നമുക്ക് അല്ലാഹു ഇസ്സത്ത് തന്നത്. ഇസ്ലാം നമ്മുടെ നാവുകളിൽ ഒതുങ്ങുകയും നമ്മുടെ രചനകളിൽ ഒതുങ്ങുകയും കടന്നു വരികയും ചെയ്തില്ലെങ്കിൽ അല്ലാഹു നമ്മളെ നശിപ്പിക്കും. കീറിയ വസ്ത്രം കൊണ്ട് തന്നെ പോകും, ചെരുപ്പിന്റെ വാറ് കൊണ്ട് തന്നെ നടക്കും, ഞാൻ അങ്ങനെ തന്നെ മുസ്ലിമാണ്. ഇസ്ലാമാണ് എന്റെ അഭിമാനം, അതാണ് എന്റെ വസ്ത്രം, എന്റെ അഭിമാനം, എന്റെ വസ്ത്രം, എന്റെ അഭിമാനമെന്ന് അഖ്സയുടെ താക്കോലാണ്. നമ്മുടെ നേതാവ് നമ്മുടെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചത്. അതുകൊണ്ട് നിസ്കാരം ഖലാഖുന്ന ചെറുപ്പക്കാരോട് തൗബ ചെയ്ത് മടങ്ങുക. നിസ്കാരം അതിന്റെ സമയത്ത് പറഞ്ഞ പോലെ വളരെ മനോഹരമായി ജമാഅത്തായി നിസ്കരിക്കുക. പരിശുദ്ധിയുടെ ജീവിതത്തിൽ ഖിയാമത്തിനോടടുത്ത നേരം, ഇനിയൊരു അഖ്സയുടെ മോചനത്തിന് വേണ്ടി വരാനുള്ളത് സ്വലാഹുദ്ദീൻ അയ്യൂബിയല്ല നടക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യാലാണ്. അതിന്റെ കൂടെ പരിശുദ്ധരായ മുഅ്മിനീങ്ങളാണെന്നറിയുമോ? കല്ലുകളും മരങ്ങളും സംസാരിക്കും, മുസ്ലിമിന് അനുകൂലമായിട്ട് ഏതെങ്കിലും പാറക്കെട്ടിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയാണെങ്കിൽ മുസ്ലിമേ കടന്നു വാ, ജൂതന്മാർക്കെതിരെ അനുകൂലമായി കല്ലുകൾ സംസാരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എങ്ങനത്തെ പ്രത്യേകതകളെന്നറിയുമോ? മസീഹുദ്ദജ്ജാലിന്റെ വശംവദരാകാത്തവർ, ഈമാൻ ഉറച്ചവർ, കടഞ്ഞെടുത്തവർ, ഒരു കൂട്ടം മഹദിമാർ ഈ ഉമ്മത്തിന്റെ കൂടെയുണ്ട്. ഈ ഉമ്മത്തിൽ ആരുടെ ആക്ഷേപവും ആരുടെ കളിയാക്കലുകൊണ്ടും അവരെ ശാന്തമായി സത്യത്തിന്റെ പാതയിൽ നിലകൊള്ളും. ഇമാം മഹ്ദി
ഇമാം മഹദിയും നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ആ സംഘമാണ് ആ സംഘയുടെ മോചനത്തിന് വേണ്ടി അവസാന മോചനത്തിന് വേണ്ടി അവസാനം നടക്കുന്ന സംഭവം പോരാടുന്നത് അവർക്കാണ് ഭൂമി അനുകൂലമാകുന്നത് അവർക്കാണ് കല്ലുകൾ വൃക്ഷങ്ങൾ അനുകൂലമാണ് അതുകൊണ്ട് സഹോദരി ഹിജാബ് വസ്ത്രം ശരീരം മറക്കുമ്പോഴാണ് ഏറ്റവും നല്ല വസ്ത്രം നിന്റെ ലജ്ജയാണ് അന്യപുരുഷന്മാരോട് അന്യരോട് സംസാരിക്കുകയും അച്ചടക്കത്തോടെ എന്നൊരു പെൺകുട്ടിയോടെ പെൺകുട്ടി നടക്കുന്നു അതാണ് മുസ്ലിമായ ഇഷ്ടമാകുന്നത് അവൾ ചെയ്യുന്ന ഏറ്റവും നല്ല ധർമ്മികളായ ചെറുപ്പക്കാർ കാലഘട്ടത്തിന്റെ ഒഴുക്കിൽപ്പെടാതെ ഒലിവ് വെള്ളത്തിലെ ചണ്ടികളെ പോലെ മാറുമെന്ന് സിനിമയുടെ പിന്നാലെ ഗാനമേളയുടെ പിന്നാലെ മയക്കുമരുന്നിന്റെ പിന്നാലെ എന്തെല്ലാം ശരീരത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ മുസ്ലിമുണ്ട് മരണം സംഭവിക്കുന്നതോടുകൂടി ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ ശ്വാസത്തിനും കണക്ക് പറയേണ്ട ഒരു ലോകം വരാനുണ്ട്. നമ്മൾ എന്ന് ജീവിക്കുന്നു അന്നാണ് ഈ ഉമ്മത്തിന് അല്ലാഹു വിജയം നൽകുന്നത്. അവിടെയാണ് മുസ്ലിമിന്റെ വിജയം. നമ്മുടെ ദീനിനെ മാറ്റിവെച്ച് റസൂലുള്ളാഹിയെ മാറ്റിവെച്ച് അല്ലാഹുവിന്റെ കിതാബിനെ മാറ്റിവെച്ച് ഈ സംസ്കാരം വേണ്ടെന്ന് വെച്ച് സംസ്കാരം വേണ്ടെന്ന് വെച്ച് വേഷവും കോലവും കിട്ടിയാൽ നമ്മളെ നാണം കൊടുത്തും നമ്മളെ വഴിപിഴപ്പിച്ചേക്കും. അതുകൊണ്ട് മഹാനായ നൂറുദ്ദീൻ സംഘിക്ക് എന്താണോ നിബിധങ്ങൾ സ്വപ്നദർശനം നൽകിയ പള്ളിയിലെ യഹ്യ എന്ന് പറയുന്ന പ്രഗൽഭനായ പണ്ഡിതൻ പറഞ്ഞുകൊടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞതിന് വരുന്നു.